ബേപ്പൂർ അഴീക്കൽ തുറമുഖത്തിന് സമീപം അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ ചരക്ക് കപ്പലിന് തീപിടിക്കുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ 24-ന്. ജീവനക്കാർ രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് ടഗ് ബോട്ടിലാണ് ജീവനക്കാർ രക്ഷപ്പെടുന്നത്. 24 എക്സ്ക്ലൂസീവ്. Magaling sila rin. Kaya usay mo na. Patay sila man. Sino man? Okay, fine. Very good. അപകടമുണ്ടായ സമയത്ത് ഏത് തരത്തിലേക്കുള്ള രക്ഷപ്പെടൽ ശ്രമങ്ങളാണ് കപ്പലിൽ ജീവനക്കാർ നടത്തിയത് എന്നതിന്റെ ദൃശ്യങ്ങൾ, ആ സമയത്തെ ദൃശ്യങ്ങൾ 24 മാത്രമാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതേസമയം കപ്പലിലെ വലിയ തീനാളങ്ങൾ കുറഞ്ഞെങ്കിലും കനത്ത പുക തുടരുന്നുണ്ട്. കപ്പലിലുള്ള ഭൂരിഭാഗം കണ്ടെയ്നറുകളിലേക്കും തീ പടർന്നിട്ടുണ്ട്. കപ്പൽ ചെരിഞ്ഞതിനാൽ ദൗത്യം കൂടുതൽ ദുഷ്കരമായിട്ടുണ്ട്. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഏത് തരത്തിലേക്ക് ശ്രമകരമായി തന്നെയാണ് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്നുള്ള ടഗ് ബോട്ടിലേക്ക് വേഗം തന്നെ അവർ മാറുകയും പിന്നീട് രക്ഷപ്പെടാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ ആ സമയത്തുണ്ടായതെന്ത് എന്നതുകൂടി തെളിയിക്കുന്ന, വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണിത്. വിവരങ്ങൾ. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കപ്പൽ അപകടമുണ്ടായ ആ സമയത്ത് അതിലെ ജീവനക്കാർ എന്ത് ചെയ്തു എന്നുള്ളതായിരുന്നു ഒരു ആകാംക്ഷ. അത് തെളിയിക്കുന്ന വിവരങ്ങൾ, ഈ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടുന്നു എന്നുള്ളത് മാത്രമല്ല, ഇനി ഈ കപ്പലപകടവുമായി ബന്ധപ്പെട്ട് തുടർ പരിശോധനകൾക്കും ഒപ്പം തന്നെ അതിൻ്റെ ക്ലെയിമിനും മറ്റ് കേസും നടപടികളും ഉണ്ടെങ്കിൽ അതിനും എല്ലാത്തിനും നിർണായകമായി ഉപകരിക്കാവുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കപ്പലപകടം ഉണ്ടായി, അത് തീപിടുത്തം, അത് നിയന്ത്രണ വിധേയമാകില്ല എന്ന് ഉറപ്പായതോടുകൂടി അതിലെ ജീവനക്കാർ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങൾ പ്രകാരം അവർ തൊട്ടടുത്തുള്ള ഒരു ടഗ് ബോട്ടിലേക്ക് രക്ഷപ്പെടുകയാണ്. ഈ കപ്പലിനോട് ചേർന്ന് തന്നെയാണ് ഈ ടഗ് ബോട്ട് ഉള്ളത്. ഇത് ഏതെങ്കിലും നിലയിലുള്ള ഒരു അപകടമുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഇത് 2 ആഴ്ചയിൽ ഒരിക്കൽ ഏതെങ്കിലും നിലയിൽ അപകടമുണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള മോക്ക് ഡ്രിൽ ഉൾപ്പെടെ കപ്പൽ ജീവനക്കാർക്ക് നൽകും. അതിൻ്റെ ഭാഗമായാണ് അവർക്ക് വളരെ വേഗത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞത്. 22 ജീവനക്കാരുണ്ടായിരുന്നതിൽ 18 പേരാണ് ഈ നിലയിൽ രക്ഷപ്പെട്ടത്. ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് ആ സമയത്ത് ഭീതി ഉൾപ്പെടെ അവരുടെ മുഖത്ത് കാണാം. ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് ഈ ബോട്ടിലേക്ക് വളരെ വേഗത്തിൽ തന്നെ മാറുകയായിരുന്നു. അതിനിടയിലാണ് അവർ അവരുടെ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളും ഒപ്പം തന്നെ കപ്പൽ കത്തുന്ന ദൃശ്യങ്ങളും ശേഖരിച്ചത്. അതിനിടയിൽ ഈ 18 പേരിൽ നിലവിൽ 6 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നുണ്ട്. ഒരാൾക്ക് 30% മറ്റൊരാൾക്ക് 40% വീതം പൊള്ളലേറ്റിട്ടുണ്ട്. ബാക്കി 4 പേരുടെ നില ആ നിലയിൽ ഗുരുതരമല്ല. എന്തായാലും ഈ ദൃശ്യങ്ങൾ, നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ആ ദൃശ്യങ്ങൾ ഈ അപകടത്തിന്റെ തുടർ പരിശോധനകൾക്ക് ഉൾപ്പെടെ അത്രമേൽ നിർണായകമാണ്. മാത്രമല്ല ഇത് ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്നതിലും ഒരു വ്യക്തത വരുത്തുന്ന ദൃശ്യങ്ങളാണ്. അനുജ, സിംഗപ്പൂർ ചരക്ക് കപ്പൽ തീപിടിച്ച സമയത്തുണ്ടായതെന്ത് എന്നുള്ളത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. ജീവനക്കാർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ്. അവർ ടഗ് ബോട്ടിലേക്ക് ചാടുന്നു, പിന്നീടാണ് കടലിലേക്ക് ചാടിയത്. 18 പേരാണ് ഇത്തരത്തിൽ രക്ഷപ്പെട്ടത്.